ഗൾഫിലെ ജയിലിൽ കുടുങ്ങിയാ പിന്നെ ഉടനെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ലെന്നൊക്കെയാ കേട്ടിട്ടുള്ളത്. പക്ഷെ വിനയനെ രക്ഷിക്കാൻ ഏതോ ഒരു ബിസിനസ്സുകാരൻ അവിടെ പൊട്ടിമുളച്ചത്ര. അങ്ങനെ ഒരു ബിസിനസ്സുകാരൻ വിചാരിച്ചതുകൊണ്ടൊന്നും അവിടുത്തെ നിയമം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല അമ്പിളി. വിനയൻ നിരപരാധിയാണെന്ന് അവിടുത്തെ പോലീസിനും കോടതിക്കും ബോധ്യപ്പെട്ടിരിക്കണം. ആ, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തൂന്ന് പറയുന്നത് വെറുതെ അല്ല. നാട്ടിലായിരുന്നപ്പോഴും അവൻ എന്ത് ദ്രോഹം ചെയ്താലും ശിക്ഷിക്കപ്പെടാറില്ലല്ലോ. അവസാന നിമിഷം അവനെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടാവും. ഇനി ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നെന്ന് ആർക്കറിയാം. ആ, ചീരുവിന്റെ ഡെലിവറി അടുക്കാറായി. അച്ഛന് കഷ്ടപ്പെടാൻ തന്നെയാ യോഗം. അച്ഛൻ മക്കൾക്ക് വേണ്ടി ഇന്നും ഇന്നലെയും കഷ്ടപ്പെടുന്നതല്ലല്ലോ ചേച്ചി. അത് അച്ഛനൊരു ശീലമായി. അച്ഛനെ വിഷമിപ്പിക്കുന്നത് ഇതുപോലെ ചില നേരത്തെ ചേച്ചി പറയുന്ന വാക്കുകളാ. ഓ, ഇപ്പൊ തെറ്റുകാരി ഞാനായോ? മനസ്സിലായിടി, മനസ്സിലായി. നേരത്തെ ഞാൻ ആദിലിന്റെ കാര്യത്തിൽ അച്ഛനെ കുറ്റപ്പെടുത്തിയില്ലേ? ആ, അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ഞാൻ നിന്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് നിന്റെ മനസ്സിൽ തട്ടി അല്ലേ? ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം അപ്പൊ തന്നെ തുറന്നടിച്ച് പറയുന്നേ ഉള്ളു ചീരു. അത് കഴിഞ്ഞാ പിന്നെ എന്റെ മനസ്സിൽ ഒന്നുമില്ല. അത് നിങ്ങൾക്കാർക്കും അറിയില്ലെങ്കിലും നമ്മുടെ അച്ഛനറിയാം. അച്ഛാ, ഞാൻ ആദിലിന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞതില് അച്ഛന് വിഷമമുണ്ടോ? വിഷമം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ആദിലിന്റെ കാര്യത്തിൽ എനിക്ക് പറ്റിയ തെറ്റ് നീ ചൂണ്ടിക്കാണിച്ചത് ഞാൻ മനസ്സിലാക്കിയല്ലേ പറ്റൂ. അത് എനിക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല അച്ഛാ. ഞാൻ അക്കാര്യത്തില് എത്രമാത്രം സങ്കടം അനുഭവിച്ചിട്ടുണ്ടെന്ന് അച്ഛനെ അറിയോ? അല്ല അച്ഛൻ എന്നോട് വേറൊന്നും തോന്നരുത്. ഞാൻ അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. എന്താ അമ്പിളി നീ കാണിക്കുന്നത്? നിന്റെ ചില നേരത്തുള്ള സംസാരത്തെക്കാൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇത്തരം പ്രവൃത്തികളാണ്. ആ, അമ്പിളി ചേച്ചിക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയെന്ന് തോന്നിയ അതപ്പ തന്നെ ചേച്ചിക്ക് തേച്ച് മാച്ച് കളയണാച്ചാ. അതാ ഈ കാലുപിടുത്തൊക്കെ. ആ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഏതായാലും വിനയനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരില് നിന്റെ കാലൊന്നും ഞാൻ പിടിക്കാൻ പോകുന്നില്ല. അവനെ കുറിച്ച് ഞാൻ പറഞ്ഞത് തന്നെയാ. എടി, ഞാൻ അവനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ നിനക്ക് എന്തിനാ ഇത്ര പ്രതിഷേധം? അല്ല, നീ അവനെ വേണ്ടെന്ന് വെച്ചതല്ലേ? അതല്ല, ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അച്ഛൻ വേണോന്ന് നിനക്ക് വീണ്ടും തോന്നി തുടങ്ങിയോ? അമ്പിളി, വായടക്കടി. ആ, ഞാൻ നിർത്തി. എന്റെ നാവാണല്ലോ എല്ലാവർക്കും പ്രശ്നം. പോട്ടെ മോളെ, നീ വിഷമിക്കണ്ട. നിന്റെ ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് നിനക്ക് അറിയില്ലേ ചീരു? സാരല്ല, വിഷമിക്കണ്ട.